ഹായ്, എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു സൂപ്പർ ബനാന കേക്കാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നല്ല സോഫ്റ്റ് ആണ്. നമ്മൾ മുട്ടയൊന്നും ഇല്ലാതെ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ കേക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാത്രം എണ്ണയൊന്ന് തേച്ച് വെക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയ ചെരുവാണ് എടുക്കുന്നത്. അപ്പോൾ ഒത്തിരി വലിയ പാത്രം എടുക്കണ്ട, കാരണം നമ്മുടെ കേക്ക് ഒരുപാട് വലുതൊന്നും അല്ല, ചെറിയൊരു കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ താഴെ ഞാനൊരു ബട്ടർ പേപ്പർ വട്ടത്തിൽ മുറിച്ചിട്ടൊന്ന് വെക്കുന്നുണ്ട്. അതിനുശേഷവും അതിൻ്റെ മുകളിൽ കൂടെ എണ്ണ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ സാധാ വൈറ്റ് പേപ്പർ വെച്ചാലും മതി. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു വലിയ റോബസ്റ്റ പഴമാണ് എടുക്കുന്നത്. അത് നമുക്ക് തൊലിയൊക്കെ ഒന്ന് പൊളിച്ചതിന് ശേഷം ഒന്ന് മുറിച്ച് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന പാലെടുക്കണം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പഞ്ചസാരയെല്ലാം നന്നായിട്ട് അലക്കണം. അത് പെട്ടെന്ന് തന്നെ അലത്ത് കിട്ടും. അതുവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ അത് 250 ml കപ്പാണേ. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെയും പകുതി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഇതുപോലെ ഒരു സ്പാച്ചുല വെച്ചിട്ട് നമുക്ക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പാച്ചുലയോ അല്ലെങ്കിൽ ഹാൻഡ് വിസ്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടയൊന്നുമില്ലാതെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള കേക്കാണിത്. ഇതിന് നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും തന്നെ ആവശ്യമില്ല. ഞാൻ ഇതുപോലെ വേറെ 2-3 കേക്കുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് ബിസ്ക്കറ്റ് കേക്കും അതുപോലെ തന്നെ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ കപ്പ് കേക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതും പോയി കാണണേ. ഇപ്പം നമ്മുടെ ഇത് ഭയങ്കര തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. ഒത്തിരി തിക്കാണെന്ന് തോന്നിയാൽ മാത്രം 1 ടേബിൾ സ്പൂൺ 1-2 ടേബിൾ സ്പൂൺ പാലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു കുറച്ചൊന്ന് ലൂസായിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയാകും. പിന്നെ ഇതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ നാരങ്ങാനീരും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നാരങ്ങാനീരോ അല്ലെങ്കിൽ വിനാഗിരി ചേർത്താലോ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ബദാം വറുത്ത് ഒന്ന് അരിഞ്ഞെടുത്തതാണ്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് നട്ട്സ് ഒന്നും താല്പര്യമില്ലെങ്കിൽ വേണമെങ്കിൽ ചേർക്കാതെ ഇരിക്കാം. അത് അവരവരുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഓയിലൊക്കെ തേച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ചെരുവത്തിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് തട്ടിയെടുക്കണം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് തട്ടിയെടുക്കുന്നത്. ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പാത്രം നമ്മളൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഒരു റിങ് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു തട്ടും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ നന്നായി ചൂടാകുമ്പോഴത്തേനും നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നമുക്കിതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വയ്ക്കുക. ഇനി ഒരു 45 മിനിറ്റാണ് ഇവിടെ ഞാൻ എടുത്തത്. 45 മിനിറ്റിനുള്ളിൽ നമുക്ക് കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെന്തോന്നറിയാനായിട്ട് ഇതുപോലെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അതൊന്ന് കുത്തി നോക്കുക. അപ്പോൾ ഇതിലൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുത്തു മാറ്റാം. അപ്പോൾ നന്നായി തണുത്തതിന് ശേഷം നമ്മൾ കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് സൈഡൊന്ന് വേർപ്പെടുത്തി എടുക്കണം. ചൂടാറിയതിന് ശേഷം ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്കിത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ചും കൂടെ കാണിക്കാം.
അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ മറന്നുപോയിട്ടുള്ളൊരു കാര്യം, ഞാൻ കേക്ക് വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കാവുന്നതാണ്. അതിനുശേഷം ഇത് നന്നായിട്ട് തീ കുറച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ 45 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ചിലപ്പോൾ ഓരോരുത്തരുടെ ഗ്യാസിനനുസരിച്ച് കുറച്ചൊക്കെ വ്യത്യാസം വരാം, 40 45 മിനിറ്റ്, അങ്ങനെ ഒരു 5 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരാം. അതൊന്ന് ശ്രദ്ധിക്കണം. കണ്ടോ, കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.